നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ചെന്നൈയിൻ എഫ്.സിയും അതേപോലെ തന്നെ ബാംഗ്ലൂർ എഫ്.സിയുമാണ്. കരുത്തരായ രണ്ട് ടീമുകൾ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ബാംഗ്ലൂർ എഫ്.സി ഈ സീസണിൽ ഹൈദരാബാദ് എഫ്.സിനെ പോലെ തന്നെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 11ാം സ്ഥാനത്താണ് ബാംഗ്ലൂർ എഫ്.സി. എന്തായാലും ബാംഗ്ലൂർ എഫ്.സി കഴിഞ്ഞ സീസൺ വരെ മികച്ച രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ബാംഗ്ലൂർ എഫ്.സിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 7:30-ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. പോയിന്റ് ടേബിളിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ്.സി 9ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങൾ നിലവിൽ കളിച്ചിട്ടുണ്ട്. 3 മത്സരങ്ങൾ വിജയം കരസ്ഥമാക്കുകയും 3 മത്സരങ്ങൾ സമനിലയിൽ അവസാനിക്കുകയും അതേപോലെ തന്നെ 6 മത്സരങ്ങൾ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്ത ടീമാണ് ചെന്നൈയിൻ എഫ്.സി. ബാംഗ്ലൂർ എഫ്.സി ആകട്ടെ 13 മത്സരം നിലവിൽ കളിച്ചു. ഇന്നത്തെ 16ാമത്തെ മത്സരമാണ്. 13 മത്സരങ്ങളിൽ 2 വിജയവും 5 സമനിലയിലും 6 മത്സരങ്ങൾ തോൽവി ഏറ്റുവാങ്ങി 11 പോയിൻറ്റുമായിട്ട് 11ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ. ചെന്നൈയിൻ എഫ്.സിയും അതേപോലെ തന്നെ ബാംഗ്ലൂർ എഫ്.സിയും 6 വിജയങ്ങൾ ഒരേപോലെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ. എന്തായാലും ഇന്നത്തെ മത്സരം കുറച്ച് കടിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇനി പോയിന്റ് ടേബിളിൽ ഉയർന്നു വരണമെങ്കിൽ ഇരു ടീമുകൾക്കും ഇനി വരുന്ന മത്സരങ്ങളെല്ലാം വിജയം കരസ്ഥമാക്കിയേ തീരൂ. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം, ഒഡീഷ എഫ്.സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിലായിരുന്നു നിന്നത്. അതിനുശേഷം രണ്ടാം പകുതിയിൽ ഒഡീഷ എഫ്.സിയുടെ താരമായ റോയ് കൃഷ്ണ 2 ഗോളുകളടിച്ച് ഒഡീഷ എഫ്.സിനെ വിജയം കരസ്ഥമാക്കുകയായിരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ മിലോസ് ഡ്രിൻസിച്ചിനെ ട്രോളിക്കൊണ്ട് ഒഡീഷ എഫ്.സിയുടെ താരം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരിക്കലും ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീമാണ്. നമുക്കറിയാം, മിലോസിൻ്റെ ഡിഫൻസ് നമുക്ക് അറിയാം. എന്തായാലും ആ മത്സരത്തിൽ തോറ്റു എന്ന് വെച്ച് മിലോസിനെ കളിയാക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു കൂട്ടം ആരാധകർ ഇപ്പോൾ ഒഡീഷ എഫ്.സി താരത്തിൻ്റെ പേജിൽ പൊങ്കാല തന്നെയെന്ന് പറയേണ്ടി